ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തത് ഒരു എനർജി റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്പോൾ ഇല്ലാത്തതാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അട്രാക്റ്റ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ദ സൺ എന്ന് പറയുന്ന കാർഡാണ്. ദ സൺ എന്ന് പറയുന്ന കാർഡ് വളരെ നല്ലൊരു സക്സസ്, വിജയത്തിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് എല്ലാം മാറും. ഓക്കെ, ഈ സൂര്യൻ്റെ ചൂടിൽ ഉരുകിത്തീരും എന്നൊക്കെയാണ് നമ്മുടെ ടാരോട്ട് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഒരു സണ്ണെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാർഡാണ്, പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. സന്തോഷം, അതുപോലെ ഒരു സക്സസ്, പിന്നെ എല്ലാം. ഇതിലെ പടം തന്നെ ഒരു കുട്ടി ഒരു കുതിരയുടെ പുറത്തിരുന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി പോകുന്നൊരു പടമാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്നു, പക്ഷേ അത് ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എടുത്തെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ബാക്കി ഡയറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഓക്കെ, സൺ കാർഡ് കഴിഞ്ഞിട്ട് നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ടാകും. നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് പുതിയൊരു ഒരാൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കുതിക്കുന്ന കുതിരയിൽ ചാടുന്ന ഒരു കുതിരയിലിരുന്ന് നിങ്ങളടുത്തോട്ട് വരുവാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പായിരിക്കാം, പുതിയൊരാളിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര പാഷനോട് കൂടി, ഭയങ്കര ഒരു ആക്ഷൻസൊക്കെ എടുത്ത് അഡ്വഞ്ചറസ് ആയിട്ട് നിങ്ങളടുത്തോട്ട് വരുന്നുണ്ട് എന്നാണ്. ഒരു പുതിയൊരു ബന്ധത്തിൻ്റെ തുടക്കത്തിനായി നിങ്ങളടുത്തോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഫുൾ കാർഡും ഉണ്ട്. ഫുൾ കാർഡ് എന്ന് വെച്ചാൽ ഒരു യങ് ആയിട്ടുള്ള ആളല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. അപ്പോൾ ആളൊന്നും നോക്കുന്നില്ല, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിനായിട്ട് ചുറ്റും നടക്കുന്ന ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ചാടി ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ ചാടി ഇറങ്ങിയിട്ട് ആൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി എന്ത് വന്നാലും ബാക്കിയെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും എന്നുള്ളൊരു നിലപാടിൽ പുതിയൊരു ബിഗിനിങ്ങിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആക്ഷൻസ് എടുത്തുകൊണ്ട് വരുന്ന ഒരാളിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് സ്കോർപ്പിയോ, സജിറ്റാരിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഇതിന് ശേഷം വന്നിരിക്കുന്ന രണ്ട് കാർഡും ഇത് തന്നെയാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ്, പേജ് ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ്, ഇത് തന്നെയാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നതും ഒരു പുതിയൊരു ലവ് റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. ഭയങ്കര ഇമോഷൻസൊക്കെ ആയിട്ട് ഒരു പുതിയൊരു റിലേഷൻഷിപ്പ്, ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരാൾ കാത്തിരിക്കുന്നു. അടുത്തത് പേജ് ഓഫ് കപ്സ്, ഒരു പുതിയൊരു തുടക്കം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നാലെണ്ണം പുതിയൊരു തുടക്കം, ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വാൻഡ്സ്, അതും പല കാര്യങ്ങളും വളരെ വേഗം നിങ്ങളടുത്തോട്ട് വരുന്നു എന്നാണ്. ഓക്കെ, വളരെ വേഗത്തിൽ, ശരവേഗത്തിൽ നിങ്ങളടുത്തോട്ട് ഒരു പ്രപ്പോസലുമായിട്ടൊരാൾ വരുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റ് രണ്ട് കാർഡുകളെന്ന് വെച്ചാൽ, ഒന്ന് വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേവറിനായിട്ട്, നിങ്ങളുടെ നല്ലതിനായിട്ട് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോലി ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് ചേഞ്ചസ് വന്നാലും അത് നിങ്ങളുടെ നല്ലതിനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചേഞ്ച് ഉണ്ടാകുന്നതൊന്നും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല.
ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത് ആക്ച്വലി നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലോട്ടാണ് അത് കൊണ്ടുപോകുന്നത് എന്നാണ്. ഡെസ്റ്റിനി എന്ന് വെച്ചാൽ മലയാളത്തിൽ വിധി എന്ന് പറയും. വിധി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ നിന്നും മനസ്സിലാകുന്നത്. ഓക്കെ, പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്നതെല്ലാം നിങ്ങളുടെ വിധിയിലോട്ട്, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലോട്ടാണിത് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തൊരു 2 കാർഡ്, ഒന്ന് 2 ഓഫ് പെൻഡക്കിൾസും മറ്റത് 7 ഓഫ് സോട്ട്സും ആണ്. 2 ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൾ 2 ഓപ്ഷൻസ് ഉണ്ട് മുന്നിൽ. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്കിതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻറ്റും പ്രയോറിറ്റി കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ രണ്ടിൻ്റെ ഇടയിലും കിടന്ന് വിഷമിക്കുന്ന ഒരാളിനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഒന്നിൽ നിന്നും അടുത്തതിലോട്ട് ബിസി ആയിട്ട് ഇങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, രണ്ടിൻ്റെ ഇടയ്ക്ക് ആൾക്കൊരു ഡൗൺ ടൈം കിട്ടുന്നില്ല, ആൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും, മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്, ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള പല കാര്യങ്ങളും ആളിനുണ്ട്. ഇപ്പോൾ രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ ഇതിനകത്തൊരു ചീറ്റിംഗ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ ആൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ചീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് പെട്ടിട്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, ഇവിടെ കാപ്രിക്കോൺ അക്വേറീസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അതുപോലെ ടോറസ് വന്നിട്ടുണ്ട്, സജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് ഇതെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് കാർഡെന്ന് പറയുന്നത് ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡാണ്. ഇതും ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. കുറച്ച് ന്യൂ ബിഗിനിങ്സ്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് മണി, കാശിൻ്റെ ഒരു ന്യൂ ബിഗിനിങ്സ്, അതുപോലെ ചില പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ന്യൂ ബിഗിനിങ്സ്, ചില ആൾക്കാർക്ക് ജോബ്, അതായത് ജോലിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ സാധ്യതകളെല്ലാം ഏറ്റവും അവസാനം നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഫിനാൻസ് പരമായി, കാശ് പരമായിട്ട് നിങ്ങൾക്ക് ഗെയിൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു എനർജി അല്ല ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ടോറസ്, വിർഗോ, കാപ്രിക്കോണൊക്കെ സോഡിയാക് സൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓവറോൾ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം, ഒരു റിലേഷൻഷിപ്പിൽ അതിനകത്ത് എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് 2 ഓപ്ഷനിൽ നിന്നും ഒരു ഓപ്ഷൻ നിങ്ങളെ എടുത്തിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പുതിയൊരാളായിരിക്കും. പിന്നെ അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വിധിയിലോട്ടാണ്. നിങ്ങൾക്കിത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളെ അതിലോട്ടാണിത് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു ചീറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്, അതിലൊരു ഓപ്ഷനായിട്ടായിരിക്കും നിങ്ങളെ ആൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കുറച്ച് ലാഗൊന്നുമല്ല, വളരെ പെട്ടെന്ന് നടക്കും എന്നാണ് എനിക്കിതിനകത്തുനിന്ന് മനസ്സിലായത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. താങ്ക് യു, ബൈ.